വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം അനുദിന ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ഒരുപടി ധാർമ്മിക ദർശനങ്ങളാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ഈ തിരുവചന ഭാഗത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന നിലവിലെ ധാർമ്മിക സങ്കല്പത്തെ പൊളിച്ചെഴുതി കരുണയുടെ, സ്നേഹത്തിന്റെ, ഉദാരതയുടെ, ക്ഷമയുടെ ഒരു നൂതന ജീവിത ദർശനം ഈശോയുടെ അവതരിപ്പിക്കുന്നു. അനുദിന ജീവിതത്തിന് വേണ്ടി ഇതാണ് ഇതിന്റെ ഉള്ളടക്കം. അപ്പോൾ അന്ന് നിലവിലിരുന്ന ധാർമ്മിക നീതി ഇങ്ങനെയായിരുന്നു: കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. എന്നാൽ ഈ നിലവിലിരുന്ന ധാർമ്മിക സങ്കല്പത്തെ പൊളിച്ചെഴുതിയിട്ട് ഈശോ നൂതന ധാർമ്മിക ദർശനം, ജീവിത ദർശനം ഈശോ അവതരിപ്പിക്കുകയാണ്. എന്താണത്? ഉദാരതയുടെ, സ്നേഹത്തിന്റെ, കരുണയുടെ, ക്ഷമയുടെ ഒരു നൂതന ധാർമ്മികത ഈശോ. ഇനി നമുക്ക് ഈ തിരുവചന ഭാഗത്തിന്റെ പശ്ചാത്തലം കാണാം. വിശുദ്ധ അഗസ്തീനോസ് എഴുതി വെച്ചു, ക്രിസ്തു അത്ഭുതം പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, ക്രിസ്തു തന്നെ ഒരു വലിയ അത്ഭുതം ആയിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരിച്ച് ഈ ക്രിസ്തു തന്നെ വലിയൊരു മിറക്കിൾ, മിസ്റ്ററി ആയിരുന്നു എന്നുള്ളതാണ്. കാരണം ലോകത്തിന് ഘടകവിരുദ്ധമായ ധാർമ്മിക സങ്കല്പങ്ങൾ അവിടുന്ന് കട്ടായം പറഞ്ഞിട്ടും ഇന്നും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അനേക കോടികളുടെ ആരാധ്യനായ ദൈവമാണ് ഈശോ. എന്തൊക്കെയാണ് ഘടകവിരുദ്ധമായ ധാർമ്മിക ദർശനങ്ങൾ? ശത്രുവിനെ സ്നേഹിക്കുക, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോടും പെരുമാറുക, തിന്മയെ നന്മ കൊണ്ട് വിജയിക്കുക. ഇതാണ് അതാർക്കില്ലാത്ത വിപ്ലവ ചിന്തകളാണ് ഈശോ കൊടുത്തത്. ശത്രുവിനെ സ്നേഹിക്കുക, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ അവരോട് പെരുമാറണം. പിന്നെ തിന്മയെ തിന്മ കൊണ്ടല്ല, നന്മ കൊണ്ട് തോൽപ്പിക്കുക, വിജയിക്കുക. ഇതാണ് ഇതിന്റെ ഈശോയുടെ പശ്ചാത്തലം. ഇതിന്റെ പുതിയ നൂതന ധാർമ്മിക ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈശോ പിന്നീട് തന്റെ ചിന്തകളിലേക്ക് കടക്കുന്നത്. നമുക്കാണ് ധ്യാനത്തിലേക്ക് വരാം, നമ്മുടെ ചിന്തയിലേക്ക് വരാം. ഒന്നാമത്തെ ചിന്ത എന്താണ്? ശത്രുവിനെ സ്നേഹിക്കുക. നമുക്കറിയാം, ഹൈന്ദവ മതത്തില് ഭഗവത്ഗീത പറയുന്നത് സ്വന്തം അപ്പനും അമ്മയും ആണെങ്കിൽ പോലും കർമ്മത്തിന് വേണ്ടി അവർ ശത്രുവായി കരുതി അവരെ നമുക്ക് വധിക്കാൻ കഴിയുവാൻ അനുവാദമുണ്ട് എന്നതാണ്. കുരുക്ഷേത്രത്തിലല്ല പറയുന്നത്. പിതാമഹന്മാരെ വധിക്കുവാനായി അർജുനനോട് പിന്നെ ശ്രീകൃഷ്ണൻ പറയുന്നത്. അപ്പൊ കർമ്മമായി ചെയ്യുമ്പോൾ ശത്രു അത് സ്വന്തം അച്ഛനും അമ്മയാണെങ്കിൽ പോലും അവരെയും നിഗമിക്കാമെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. ഖുർആനിൽ പറയുന്നത് അവിശ്വാസിക്കെതിരെ ജിഹാദ് എടുക്കാം, അവരുടെ വാളെടുക്കാം, ജിഹാദ് എടുത്ത് അവരെ നശിപ്പിക്കാമെന്ന്. എന്നാൽ ക്രിസ്തു മതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു, ക്രിസ്തു
ദൈവം മാത്രമല്ല, ദൈവങ്ങളിൽ ഒരാൾ മാത്രമല്ല, ക്രിസ്തു ഏക ദൈവമാണ്. ക്രൈസ്തവ മതങ്ങൾ പല മതങ്ങളിൽ ഒരു മതം മാത്രമല്ല, ഏക സത്യമതമാണ് ക്രിസ്തു മതം. അതുകൊണ്ടാണ് ക്രിസ്തു മാത്രം പറഞ്ഞു വെച്ചത്, വഴിയും സത്യവും ജീവനും ഞാനാണ്, മറ്റാരുമല്ല. വഴിയും സത്യവും ജീവനും ഞാനാണ്. ഇനി എങ്ങനെയാണ് നമുക്കറിയാം? ഈശോ പറഞ്ഞു, ശത്രുവിനെ സ്നേഹിക്കുക. ഒന്നാമത്തെ കൽപ്പന. എങ്ങനെയാണ് ശത്രുവിനെ സ്നേഹിക്കുക? ഒന്നാമതായിട്ട് ശത്രുവിന് നന്മ ചെയ്യുക. രണ്ടാമതായിട്ട് അവനെ അനുഗ്രഹിക്കുക. മൂന്നാമതായിട്ട് അവനെ വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെയാണ് ശത്രുവിനെ സ്നേഹിക്കേണ്ടത്. ശത്രുവിനെ സ്നേഹിക്കുക. ശത്രുവിന് നന്മ ചെയ്യുക. അങ്ങനെയാണ് ശത്രുവിനെ സ്നേഹിക്കേണ്ടത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട് ശത്രുവിനെ സ്നേഹിക്കുന്നതായി. ഈ അടുത്തേക്ക് വാഴ്ചപ്പെട്ടവളായി പഠിക്കപ്പെടാൻ പോകുന്ന സിസ്റ്ററിന്റെ കഥ നമുക്കറിയാം. സിസ്റ്ററിന്റെ അവരെ കൊന്ന റാണിമരിയ സിസ്റ്ററിനെ വധിച്ച കൊലപാതകിയോട് അസിസ്റ്ററിന്റെ കുടുംബാംഗങ്ങളുടെ സഹോദരിയോട് ക്ഷമിക്കുന്നത് വീട്ടിൽ സ്വീകരിക്കുന്നതാണ് കാണുന്നത്. ശത്രുവിനെ നന്മ ചെയ്ത് അവരുടെ ജീവിക്കുന്നതാണ് വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്ന ഫ്രഞ്ച് നോവലിസ്റ്റ് എഴുതിയ പ്രശസ്തമായ നോവലാണ് പാപം. ഇതിനെ കഥ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കർദിനാൾ കള്ളനെ തന്റെ അരമനയിൽ ഇരിക്കുന്ന ഒന്നാമത് സത്യ കൊടുത്ത് പറഞ്ഞയച്ചു. പട്ടിണിയായി വിശന്നു വരഞ്ഞു വന്നവർക്കാണ്. അവൻ പോകും വഴി കർദിനാളിന്റെ വെള്ളി തിരിക്കാലുകൾ കണ്ടുകൊണ്ടുപോയി. പോലീസ് വഴിക്ക് വെച്ച് അവനെ പിടിച്ചു. കർദിനാളിന്റെ വെള്ളി തിരിക്കാലുകൾ അറിഞ്ഞ് അവനെ പിന്നെ അറസ്റ്റ് ചെയ്ത് കർദിനാളിന്റെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ കർദിനാള് പറയാം, ഈ തിരിക്കാലിനാണ് നമ്മൾ സമ്മാനം കൊടുത്തതല്ലേ, അവരെടുത്തിട്ട് പോയതുപോലെ അവരുടെ വെറുതെ വെട്ടേക്കാൻ പറഞ്ഞു. പിന്നീട് നോവലിസ്റ്റ് പറയാണ്, കള്ളൻ കർദിനാളിന്റെ വെള്ളി തിരിക്കാലുകൾ കണ്ടെടുത്തപ്പോൾ കർദിനാൾ കള്ളന്റെ ഹൃദയം കണ്ടെടുത്തു എന്ന്. മരിയയുടെ പ്രിയപ്പെട്ട ഓമന മകളെ കുത്തിക്കൊലപ്പെടുത്തി അലക്സാണ്ടറിനോട് ക്ഷമിച്ചുകൊണ്ട് അവന്റെ ചുവലിൽ പിടിച്ചുകൊണ്ട് പതിവിലേക്ക് പോകുന്ന അസൂന്താമ എന്ന ഒരു വലിയ അമ്മയെ നമ്മൾ കാണുന്നു. ശത്രുവിന് നന്മ ചെയ്യുക. ഇങ്ങനെ നോക്കിയ ഒരുപാട് ഞാനത് പറ്റിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ശത്രുവിനെ അനുഗ്രഹിക്കുക. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്ന പണ്ടാരോട് അങ്ങനെ പൊതുവെ തട്ടിയ മകനോട് അമ്മ ചോദിക്കുകയാണ് വീട്ടിലില്ലാത്തതുകൊണ്ട്, എന്റെ മകനെ നിന്റെ കൈ വ്യതിരിച്ചു പോയെന്ന്. തന്റെ മകൻ തന്നെ മുതലിൽ ചവിട്ടുകയും തല്ലുകയും ചെയ്തിട്ടും അതിലൊന്നും പരാതിയില്ലാതെ ഈ അമ്മ ചോദിച്ച, എന്റെ കുഞ്ഞെ നിന്റെ കൈ വേദനിച്ചു പോകാനായിരുന്നു. മറ്റുള്ളവരെ ആശീർവദിക്കുന്നവരെ ആശീർവദിക്കുക. നമുക്കറിയാം, ഒരുപാട് വൈദികരെ നമുക്കറിയാം, വിശുദ്ധരായ വൈദികരെ, അവരെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളോ പരദൂഷങ്ങളോ ഒക്കെ വരുമ്പോൾ ഇടവക്കാരോ മനുഷ്യരോ പറയുന്നുണ്ടാകും. എങ്കിലും എല്ലാ പ്രഭാതത്തിൽ അവരുടെ നേരെ തിരിഞ്ഞുകൊണ്ടവരെ ആശീർവദിക്കുന്ന അച്ഛന്മാരെ നമുക്കറിയാം. ഈ ഇരിക്കുന്ന വ്യക്തിക്ക് ചിലരൊക്കെയെങ്കിലും തന്നെ
പരദൂഷണത്തിൽ കുടിക്കവർ തനിക്കെതിരെ നുണ പറയുന്നവരാണെന്ന് അറിയാമെങ്കിൽ പോലും അവരുടെ നേരെ കൈ ഉയർത്തി ആശീർവദിക്കുന്ന അച്ഛന്മാരാണ് നമുക്കുള്ളത്. തീർച്ചയായും യാതൊരു സംശയവും മറ്റുള്ളവരെ ആശീർവദിക്കുക. മൂന്നാമതായി മറ്റൊരു ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കറിയാം സെയിന്റ് സ്റ്റീഫൻ കല്ലറിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഇവർ ചെയ്യുന്നത് അറിയുന്നവരോട് കൊടുക്കണമെന്ന് കല്ലറിഞ്ഞവരോടൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സെയിന്റ് സ്റ്റീഫനെ യുഗോസ്ലാവിയ പറഞ്ഞിട്ട് മാറിയപ്പോൾ ഒരു കത്തോലിക്ക രാജ്യം സെർബിയ എന്ന ഓർത്തഡോക്സ് രാജ്യവും ഉണ്ടായി. ഓർത്തഡോക്സ് രാജ്യങ്ങൾ കോസോവോയിലെ കത്തോലിക്കരോട് വിരോധമായിരുന്നു. അവരെ നശിപ്പിക്കുവാൻ വേണ്ടി സെർബിയയിലെ പത്രക്കാർ കോസോവോയിലേക്ക് വന്നു. അവിടുത്തെ കോൺവെന്റുകളിൽ ഒരു കോൺവെന്റ് അവർ അതിക്രമിച്ച് കയറി അവിടെ നിന്നാണ് ജോലികൾ സുസ്ഥിരനെ പട്ടാളക്കാരൻ കൊടുക്കാൻ മാനവപ്പെടുത്തി. ആ പാവം സുസ്ഥിര ഗർഭിണിയായപ്പോൾ മണം വിട്ടു പോകേണ്ടി വന്നു. ആ സഹോദരി മണം വിട്ടു പോകുമ്പോൾ തന്റെ മതജനനാളിന് ആ സഹോദരി എഴുതി, എന്റെ ഉദരത്തിൽ ഞാൻ വഹിക്കുന്ന പാപത്തിന്റെ വിത്താണെങ്കിലും അതൊരു ജീവനാണ്, മനുഷ്യ ജീവനാണ്. ആ ജീവനെ ഞാൻ ബഹുമാനിക്കുന്നു, അതിനെ ഞാൻ ആരാധിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നെ പ്രേരിപ്പിച്ചവരോട് ഞാൻ കൊടുത്തുകൊണ്ട് അമ്മേ, ഞാൻ കോൺവെന്റ് വിട്ടുപോകുന്നു, ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാനെന്ന് പറഞ്ഞുകൊണ്ട് അപജനനാണ് കത്തെഴുതി പുറത്തു പോകുന്ന ഒരു കൊച്ചു സ്വസ്ഥത്തിന്റെ കഥ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. ശത്രുവിലേക്ക് പ്രാർത്ഥിക്കുക. ഈശോ അതാണ് കുരിശിക്കപ്പെട്ടത്. രണ്ടാമത്തെ ചിന്തയിലാണ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നതോ അതുപോലെ നിങ്ങൾ അവരോടും പെരുമാറുക എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. മറ്റുള്ളവരെ നോക്കി നീ ചിരിച്ചാൽ അവർ നിന്നെയും നോക്കി ചിരിക്കുക. നീ മറ്റുള്ളവരെ നോക്കി പരിഹസിച്ചാൽ അവർ നിന്നെ നോക്കി പരിഹസിക്കുമെന്ന്. വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്നെ ആരും സ്നേഹിക്കുന്നത്, എന്നെ ആരും കരുതുന്നത് എന്ന് പറയുന്നവരോട് നമുക്ക് ചോദിക്കണം, നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? നീ ആരുടെയെ കുറിച്ച് നന്മ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോ നമ്മൾ എങ്ങനെ പെരുമാറുന്നതോ അതുപോലെ മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്നത് ഭാര്യയോട് ബന്ധത്തില്, കുടുംബ ജീവിതത്തിൽ അപ്പനും മക്കളുടെ ബന്ധങ്ങളിൽ അപ്പൻ മക്കളെ സ്നേഹിച്ചിട്ടുള്ളൂ. ചില അപ്പന്മാരെ കുറിച്ച് മക്കൾ പറയാറുണ്ട്, അപ്പനെ മാത്രമാണ് സ്നേഹിച്ചത്, അവരാരെയും സ്നേഹിച്ചിട്ടില്ല. അപ്പൻ സ്നേഹിച്ചുവെങ്കിൽ, ഞങ്ങളെ സ്നേഹിക്കുന്നതായി ഭാവിച്ചുവെങ്കിൽ അത് അപ്പന്റെ മഹത്വത്തിന് വേണ്ടിയാണ്, അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് പറയുന്ന നമ്മളെ കുറിച്ച് പറയും. ചിലപ്പോ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അതൊക്കെ സംഭവിക്കണം. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെയായിരിക്കണം നിങ്ങളോട് പെരുമാറുന്നത്. നിങ്ങൾക്ക് സ്നേഹവും കരുതലും കിട്ടണമോ, നിങ്ങൾ മറ്റുള്ളവരോട് സ്നേഹവും കരുതലും കാണിക്കുക. പ്രകൃതി പോലും അങ്ങനെയാണ്, മൃഗങ്ങൾ പോലും അങ്ങനെയാണ്. മൃഗങ്ങളോട്, പട്ടിയോട്, പൂച്ചയോട്, കന്നാലിയോട് നമ്മൾ കരുണ കാണിച്ചാൽ, സ്നേഹം കാണിച്ചാൽ അവർ നമ്മയും സ്നേഹിക്കും. പ്രകൃതി പോലും നമ്മുടെ മരങ്ങളും ചെടികളും ഒക്കെ നമുക്കറിയാം. അത് നമ്മുടെ പ്രകോപിയാണ്. അവർ നമ്മുടെ നേരെ നോക്കി പൂവിടർത്തി പുഞ്ചിരിക്കുന്നതും കാണാൻ പറ്റും. അപ്പൊ മറ്റുള്ളവരോട് നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നതിൽ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുക. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്ന തിന്മയെ നന്മകൊണ്ട് വിജയിക്കുക. ആരും തിരിഞ്ഞു നോക്കാതെ അധാർമികതയുടെ കൂടാരമായിരുന്നു എന്ന കൊച്ചിനാകും ഫ്രാൻസിലെ. ആ ഫ്രാൻസിലേക്കാണ് ബിയാരി എന്ന കൊച്ചനെ വെള്ളാരത്തിൽ പറഞ്ഞു വിട്ടത്. അവിടെ നിന്ന് ആ മനുഷ്യരെ നോക്കി പുഞ്ചിരിച്ച് അവരെ അടുത്ത് വിളിച്ച് വർത്തമാനം ഒടുവിൽ ആ ആർസിനെ മാനസാന്തരപ്പെടുത്തിയ മഹാവിശുദ്ധനായി മാറിയ ആർസിനെ ജോൺ വലിയ ബിയാരി ഇടിയെന്നും
കൂട്ടുകാർ കരുതിയ ജോൺ മരിയമ്മയാണ്. മൊറോക്കോ ദ്വീപിലെ ക്രിസ്തുലോകങ്ങളിലേക്ക് ഭാഗതാമിയും കടന്നു ചെന്നപ്പോൾ തുച്ഛഭാവത്തിലാണ് അവർ അദ്ദേഹത്തെ സ്വീകരിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ തീവ്രമായ സ്നേഹവും ആത്മാർത്ഥതയും തിരിച്ചറിഞ്ഞ് മൊറോക്കോ മുഴുവനും ഈ ദാവീദിന്റെ കൂടെയായി ദാവീദ് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുത്താൻ പോവുകയാണ്. മദർശേരി സർക്കാരിന്റെ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ ഇതുപോലെ ഉച്ചഭാവത്തിൽ പിന്നെ വിദേശത്ത് നിന്ന് വന്ന ഈ സ്ത്രീ എന്താ നന്മ ചെയ്യാൻ പോകുന്നതൊക്കെയാണ് അവിടുത്തെ രാഷ്ട്രീയക്കാരും വൻപന്മാരും കഴിയുന്നത്. ഒരുപേര് മുഴുവൻ മദർ തെരേസയുടെ ആരാധകരായിട്ട് മാറിയ കഥ നമുക്കറിയാം. നിങ്ങൾ മറ്റൊരു തിന്മകളും തിന്മയെ നന്മ കൊണ്ട് വിജയിക്കുന്നതായ ആ സത്യമാണ് ഈശോ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെഡിറ്റേഷൻ ഇങ്ങനെയായിരുന്നു. ശത്രുവിനെ സ്നേഹിക്കുക, എങ്ങനെ നന്മ ചെയ്തുകൊണ്ട് അവരെ ആശീർവദിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം നീ ആഗ്രഹിക്കുന്നതോ അതുപോലെ നീ അവരോട് പെരുമാറും. നീ പിന്നെ നന്മ കൊണ്ട് തിന്മയെ വിജയിക്കുക എന്നാണ് കർത്താവ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമുക്കുള്ള ദൂത് ഇതാണ്. മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറണം നീ ആഗ്രഹിക്കുന്നതോ അതുപോലെ നീ അവരോട് പെരുമാറും. ഈശോ